കിസിഞ്ചർ വന്നിട്ട് ചില ഭീഷണി മുഴക്കിയിരുന്നു. ഇങ്ങനെ ഇനിയും തുടരുകയാണെങ്കിൽ സൗദി അറേബ്യയുടെ എണ്ണപ്പാടങ്ങൾ ഞങ്ങൾ ബോംബിടുമെന്നൊക്കെ പറഞ്ഞ ഒരു വില ഭീഷണി. അന്ന് അമേരിക്കയെ നിലക്ക് നിർത്താൻ സൗദി അറേബ്യ വിചാരിച്ച് നടന്നിട്ടുണ്ട്. യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു പശ്ചിമേഷ്യ ആയിരിക്കില്ല ഇനി. പിന്നെ യുദ്ധം ഇനിയിപ്പോൾ ഒരു സമാധാന കരാറിലേക്ക് എത്തിയാൽ പോലും ഒരു പഴയ പശ്ചിമേഷ്യ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ? അതിലെ നമുക്ക് ഈ നമ്മുടെ ചിന്തക്കും പ്രതീക്ഷകൾക്കും അപ്പുറത്താണ് പല കാര്യങ്ങളും സംഭവിക്കാറുള്ളത്. പല കാര്യങ്ങളും ഇപ്പോൾ നമുക്കറിയാം, സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന അതിശക്തമായ ഒരു സാമ്രാജ്യം ഛിന്ന ഭിന്നമായി 16 റിപ്പബ്ലിക്കുകൾ 16 രാജ്യങ്ങളായി മാറുമ്പോൾ നമ്മളാരും കരുതിയിട്ടില്ല. പക്ഷേ പെരിസ്ട്രോയിക്കയും ഗ്ലാസ്നോയിസ്റ്റും അഴിച്ചുവിട്ട ആ വലിയ പ്രവാഹത്തിൽ ഈ റിപ്പബ്ലിക്കുകളൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് രാജ്യങ്ങളായി മാറി. യൂഗോസ്ലാവിയ നമുക്കറിയാം, 5 റിപ്പബ്ലിക്കുകൾസാണ് യൂഗോസ്ലാവിയ. ഇപ്പോൾ യൂഗോസ്ലാവിയ എന്ന് പറയുന്നത് ഇല്ലല്ലോ. ഇപ്പോൾ ഉള്ളത് സെർബിയയും മോണ്ടിനിഗ്രോവും അതുപോലെ തന്നെ ക്രൊയേഷ്യയും ബോസ്നിയ ഹെർസഗോവിനയും ഒക്കെ ആണല്ലോ. ഇത് നമ്മൾ ജർമ്മൻ 2 ജർമ്മനിൽ ഒന്നാകും, ബെർലിൻ മതിൽ വീഴും എന്ന് നമ്മൾ പ്രതീക്ഷയുള്ള അവിടെയും സംഭവിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ലോകത്ത് പരിശോധിച്ചാൽ നമ്മൾ ചിന്തക്ക് അപ്പുറത്ത് പലതും നടക്കുന്നുണ്ട്. ഇനി ഗൾഫിൻ്റെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചാൽ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യം ആലോചിച്ചാൽ നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോഴല്ല തുടങ്ങുന്നത്. ഇസ്രായേലിൻ്റെ വരവോടുകൂടിയാണ് മിഡിൽ ഈസ്റ്റ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം പരിശോധിച്ചാൽ ഇസ്രായേലിൻ്റെ അധിനിവേശമാണ് നമുക്ക് കാണാൻ കഴിയും. 1948 ഇസ്രായേൽ നിലവിൽ വന്നത് പോലും യഥാർത്ഥത്തിൽ ഇല്ലീഗലായിട്ടാണ്. നേരത്തെ പറഞ്ഞത് പ്രകാരമല്ല. ഈ വിഭജനം നടന്നപ്പോൾ ഇസ്രായേലിനാണ് അറബികളെ ഭൂമി മുഴുവൻ കൊടുക്കുകയാണ്. പിന്നെ അവർ അധിനിവേശം നടത്തി പിടിച്ചടക്കുന്നു. 47 യുദ്ധം നടക്കുന്നു, 56 നടക്കുന്നു, അതുപോലെ തന്നെ 67 നടക്കുന്നു, 73 നടക്കുന്നു. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം 1980-ലും 82-ലും ഒക്കെ തന്നെ ലെബനാനിൽ അധിനിവേശം. പിന്നെ നമുക്കറിയാം വീണ്ടും ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഹമാസ് ഭരണകൂടവുമായിട്ട് 5 യുദ്ധങ്ങൾ ഇസ്രായേൽ നടത്തുന്നു. ഇങ്ങനെ മൊത്തത്തിൽ ഒരുപാട് ടേമോയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ട ഒരു മേഖലയാണ് മിഡിൽ ഈസ്റ്റ്. അപ്പം മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പുത്തരിയല്ല. പിന്നെയാണ് ഇറാൻ ഇറാഖ് യുദ്ധം. 8 വർഷം നീണ്ടു വന്നു. 7 വർഷവും 11 മാസവും നീണ്ടു വന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ശേഷമാണ് നമ്മൾ വിപ്ലവത്തിന് തൊട്ട് ശേഷമാണ് നടക്കുന്നത്. അപ്പോൾ ഇറാൻ ഇറാഖ് യുദ്ധം നടക്കുന്നു. അങ്ങനെ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പക്ഷേ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ മേഖലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ യുദ്ധവും സമാധാനവും എന്നത് ഒരു നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പുതിയ കൂട്ടായ്മകൾ ഒക്കെ വരുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് സംസാരിക്കാം. പുതിയ കൂട്ടായ്മകൾ വരുന്നുണ്ടോ? ഇതൊക്കെ വരുന്നതോടുകൂടി മിഡിൽ ഈസ്റ്റിൻ്റെ ഭാവി തന്നെ മാറും, അല്ലെങ്കിൽ ഭാവി മാറ്റിമറിക്കുമെന്ന് വലിയതായി ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളുടെ പുറത്താണ് അവർ മുന്നോട്ട് പോയി. ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ നോക്ക്, എബ്രഹാം അക്കോർഡ്. ഈ എബ്രഹാം അക്കോർഡ് തന്നെ ഒരു വലിയ ചതിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഘട്ടത്തിൽ അറബ് ലീഗ് 47-ലാണ് അറബ് ലീഗ് തുടങ്ങുന്നത്. ഈ അറബ് ലീഗിൻ്റെ ചാർട്ടർ എന്ന് പറയുന്നത് തന്നെ ഈ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെയാണ് രൂപം കൊണ്ടതെന്ന് നമുക്കറിയാം. അതേ അറബ് ലീഗിൻ്റെ സ്ഥാപകങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് ഈജിപ്ത്. ആ ഈജിപ്ത് എന്താ ചെയ്തത്? 1978 ക്യാമ്പ് ഡേവിഡ് കരാർ ഒപ്പിട്ടു. അമേരിക്കയിലെ ക്യാമ്പ് ഡേവിഡിൽ വെച്ച് ഒരു കരാർ ഒപ്പിട്ടു. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈജിപ്തിന് സംഭവിച്ചത്? ഈജിപ്തിന് സീനായി തിരിച്ചു നൽകാം എന്ന ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്തു? അറബ് ലീഗിൻ്റെ പ്രഖ്യാപിത നയങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ഈജിപ്ത് അൻവർ സാദത്തായിരുന്നു അന്ന് മെനഹം ബെഗിനുമായിട്ട് കരാർ ഒപ്പിട്ടത്. അതിൻ്റെ പേരിൽ അൻവർ സാദത്തിന് ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അറബ് ലീഗ് ഈജിപ്തിനെ സസ്പെൻഡ് ചെയ്തു. കുറേ വർഷങ്ങളോളം ഈജിപ്ത് പുറത്തായിരുന്നു. പക്ഷേ പിന്നീട് എന്താ കാണുന്നത് നമ്മൾ? പിന്നീട് ജോർദാൻ ഇസ്രായേലുമായിട്ട് കരാർ ഒപ്പിടുന്നു, ഫലസ്തീൻ അതോറിറ്റി ഒപ്പിടുന്നു. അങ്ങനെ എല്ലാവരും അങ്ങനെ പോയി ആ സൈക്കിൾ തന്നെ തിരിഞ്ഞു വന്നു. അപ്പം നേരത്തെ എന്തായിരുന്നു അറബ് ലീഗിൻ്റെ നിലപാട്? ആ നിലപാട്, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ നിലപാട്, ആ നിലപാടിന് വിഭിന്നമായിട്ട് ആണ് പിന്നീട് നമ്മൾ കാണുന്നത്. എബ്രഹാം അക്കോർഡ് വന്നപ്പോഴും നമ്മൾ കാണുന്നതാണ് ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. അതിന് പിന്നിൽ എബ്രഹാം അക്കോർഡിൽ പ്രവർത്തിച്ചത് ട്രംപിൻ്റെ മരുമകന് ജാർഡ് കുഷ്ണറുമാണ്. എന്താണ് ഇസ്രായേലുമായിട്ട് ഈ കരാർ ഒപ്പിടാന്ന് പറഞ്ഞാൽ എന്താ? അതിലൂടെ എന്താണ് ആ രാജ്യങ്ങൾക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഫലസ്തീൻ ഇഷ്യൂ എന്ന കോർ പ്രശ്നമുള്ള ഒരു പ്രശ്നം വരുന്നില്ല, അതിലൊരു മാറ്റവും സംഭവിക്കുന്നില്ല.
മാറ്റം സംഭവിക്കണമായിരുന്നെങ്കിൽ 1993 ഓസ്ലോ അക്കോർഡ് ഒപ്പിട്ടത്. ആ ഓസ്ലോ അക്കോർഡ് പ്രകാരം ഒരു 2005 ആകുമ്പോഴത്തേക്ക് ഒരു സ്വതന്ത്ര ഫലസ്തീൻ നിലവിൽ വരേണ്ടതായിരുന്നു. അത് വന്നില്ല എന്ന് മാത്രമല്ല, മറ്റു ഭാഗങ്ങൾ കൂടി ഉള്ള ഭാഗം കൂടി ഇപ്പോൾ ഫലസ്തീൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വരുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് ഈ എബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് വരുന്നത്. ആ തട്ടിപ്പിൽ കുറേ മുസ്ലിം രാജ്യങ്ങൾ വീണു. നമുക്കറിയാം 4 മുസ്ലിം രാജ്യങ്ങൾ അതിൽ ഒപ്പിട്ടു. ആ 4 രാജ്യങ്ങൾക്കും അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട്. പക്ഷേ സുഡാൻ നോക്കിങ്ങൾ, സുഡാൻ ഒപ്പിട്ടു, പക്ഷേ സുഡാൻ ഭയങ്കര ആഭ്യന്തര കുഴപ്പത്തിലാണ് പോകുന്നത് സുഡാൻ. അപ്പോൾ അതൊരു ഭാഗത്താണ് നടക്കുന്നത്. മറ്റൊന്ന് മൊറോക്കോ അൾജീരിയയുമായിട്ട് വലിയ കുഴപ്പത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള 2 ഗൾഫ് രാജ്യങ്ങൾ വേറെയുമുണ്ട്. ഇതൊക്കെ താല്പര്യങ്ങളുടെ, ഓരോ രാജ്യങ്ങളും അവരുടെ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളുടെ പേരിലാണ് ഇത് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് മാറ്റമുണ്ടാവും അത് നമ്മൾ പ്രത്യേകിച്ചിട്ട് കാണേണ്ടതുണ്ട്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും ചോദിച്ചാൽ നമുക്കൊരിക്കലും ക്ലിയറായി പറയാൻ കഴിയില്ല. ഉദാഹരണം, ആ എബ്രഹാം കരാർ അക്കോർഡിൽ മറ്റു ചില ഗൾഫ് രാജ്യങ്ങൾ കൂടി ഒപ്പുവെക്കാൻ പോവുകയായിരുന്നു എന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ആ സമയത്താണ് തൂഫാൻ ലക്സ വരുന്നത്. ഗസയിൽ ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായ തിരിച്ചടി നൽകുന്ന ഇസ്രായേലിന്. അതോടുകൂടി അതിൻ്റെ അന്തരീക്ഷം മാറി. ഇസ്രായേലിനെതിരെ ശക്തമായ ലോക തലത്തിൽ തന്നെ ശക്തമായ ഒരു വലിയൊരു വികാരം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ എബ്രഹാം അക്കോർഡിലേക്ക് പുതിയ ആളുകളെ കണ്ടെത്താൻ അമേരിക്ക വീണ്ടും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലവത്താവുന്നില്ല എന്നാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അത് പൂർണ്ണമായും ഇനിയും ഫലവത്തായില്ലെന്ന് ഞാൻ ഓർമ്മിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്തും സംഭവിക്കാം. കാരണം ഇസ്രായേലാണ് അധിനിവേശ ശക്തിയാണ്, അവരെന്തും ചെയ്യും. അതിന് അമേരിക്ക എല്ലാ സഹായം നൽകും. UN നോക്കുകുത്തിയാക്കിക്കൊണ്ട് തന്നെ അത് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ JD വാൻസിൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജാരദ് കുഷ്ണർ തന്നെ നെതന്യാഹു ആണ് ഗസ കരാറിന് ഏറ്റവും വലിയ പ്രതിബന്ധം എന്നുള്ള നിലക്ക് സംസാരിച്ചു എന്നതടക്കമുള്ള വാർത്തകൾ വന്നു. ഒരു ഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ നെതന്യാഹുവിനോട് വളരെ രൂക്ഷമായ രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം പബ്ലിക്കായി തന്നെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ US-ഉം ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ അതിൻ്റെ ഒരു ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തിരുന്ന ഒരു രീതിയിൽ നിന്ന് അമേരിക്ക കുറച്ച് പിറകോട്ട് പോയി. അതൊരു വലിയ മാറ്റമാണ്, ഒരു ഭാവിയിലേക്കുള്ള ഒരു സൂചനയാണ് എന്നൊക്കെ വിലയിരുത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും അത് ഒരു പോസിറ്റീവ് വശമാണ്. കാരണം എക്കാലവും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത അമേരിക്ക ഇടയ്ക്ക്, പക്ഷെ അത് ഞാൻ പറയുന്നത് ഒബാമയുടെ കാലത്ത് അങ്ങനെയുള്ള ചില ഇസ്രായേലുമായിട്ട് ചില ഉടക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ച് കാലം അങ്ങനെ ഉടക്കമുണ്ടായി. പിന്നീട് അത് വീണ്ടും പുനഃസ്ഥാപിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഐപെക് എന്ന് പറയുന്ന ഈ അമേരിക്കയിലുള്ള ഇസ്രായേൽ അനുകൂല ലോബിയാണ്. ഫരീദ് സക്കരി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത് അന്നൊരു സൂചിപ്പിച്ച 5000-ഓളം ലോബികൾ അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്, പല രീതിയിലുമുള്ളത്. അതിലേറ്റവും കൂടുതൽ ഈ സയനിസ്റ്റുകൾക്ക് അനുകൂലമായ ലോബിയാണ്. ഐപെക് അതിലൊരു പ്രധാനപ്പെട്ട പങ്കാണ്. അവർ നൽകുന്ന ഫണ്ടുകൾ നമുക്കറിയാം. ഇപ്പോൾ അവർ വീണ്ടും അവരുടെ പേര് സ്ഥാനം പിടിച്ചത് എന്താണ്? കഴിഞ്ഞ ആഴ്ച ഈ അബ്ദുറഹ്മാൻ അൽ സയ്യിദ് എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ വംശജനായ വ്യക്തി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രൈമറിയിൽ വിജയിച്ചല്ലോ, സെനറ്റിലേക്കുള്ള പ്രൈമറിയിൽ. അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഐപെക് സപ്പോർട്ട് ചെയ്ത ഒരു ലേഡിയാണ്. അതിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഐപെക് ഏതാണ്ട് $60 ലക്ഷം ഇവരുടെ പ്രചരണത്തിന് മാത്രമായിട്ട് സഹായിച്ചു. ഡെമോക്രാറ്റിക് നേതൃത്വത്തിൻ്റെ തന്നെ പിന്തുണ അവർക്കുണ്ട്. എന്നിട്ട് പോലും അത് മാറുന്ന സൂചനയാണ്. ഞാനിത് മാറുന്ന സൂചനയാണ് പറയാൻ കാരണം, മംദാനി ന്യൂയോർക്ക് മേയറായത് മുതൽ ആ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പ് ഉള്ള എന്ന് പറഞ്ഞാൽ ഗസയിലെ വംശഹത്യക്കെതിരെ അമേരിക്കയിൽ നടന്ന വ്യാപകമായ പ്രതിഷേധങ്ങൾ അത് എല്ലാ ഭാഗത്തും നടന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികളിലുമുണ്ട്, വലിയ വലിയ കമ്പനികളിലുണ്ട്. മൈക്രോസോഫ്റ്റ് കമ്പനിയിൽ നിന്നൊക്കെ ആളുകൾ രാജിവെച്ചു, വലിയ ജോലി രാജിവെക്കാൻ പോലും തയ്യാറായി. അങ്ങനെയുള്ള വലിയ സംഭവങ്ങൾ, ടെൻറ്റുകൾ വെച്ചുകൊണ്ട് പ്രതിഷേധം, ഇതൊക്കെ ശക്തമായി നടന്നു. അതിൻ്റെ അലയൊലി എന്ന നിലയിൽ പിന്നീട് നമ്മൾ കാണുന്നത് ന്യൂയോർക്കിൽ മംദാനി എന്ന് പറയുന്ന ഒരു മുസ്ലിം മേയറാവുന്നു. മുസ്ലിം എന്നല്ല, അദ്ദേഹം ശക്തനായ സയനിസ്റ്റ് വിരുദ്ധനാണ്, നെതന്യാഹുവിനെതിരെ ശക്തിയായി പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ജയിച്ചത് ജൂതന്മാരുടെ കൂടെ വോട്ട് കൊണ്ടാണ്. അപ്പോൾ സ്ഥിതി മാറിയുന്നു.
അവിടെ സയനിസ്റ്റുകളെക്കാൾ ജൂതന്മാരെയും സയനിസ്റ്റുകളും ഒന്നായി കണക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ജൂതന്മാരൊരു സമൂഹം എന്ന നിലയിൽ അവർ മംദാനിയെ പിന്തുണക്കുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിയിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലുമുള്ള ഒരുപാട് ആളുകൾ നേരായി ചിന്തിക്കുന്നു. അവർ വംശഹത്യക്കെതിരാണ്. മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഫലസ്തീനിലേക്കുള്ള ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. ഈ ഒരു വശം ഒരു ഭാഗത്ത്. രണ്ടാമത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഈ അമേരിക്കയിൽ നടക്കുന്ന ഇപ്പോൾ പ്രൈമറി ഉണ്ടല്ലോ, ആ പ്രൈമറികൾക്ക് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ടേമിൽ അമേരിക്കൻ കോൺഗ്രസ്സിലുണ്ടായിരുന്ന 4 മുസ്ലിം റെപ്രസെൻറ്റേറ്റീവുകളുണ്ട്. ഇപ്പോൾ ഇൽഹാൻ ഉമർ, അതുപോലെ തന്നെ റഷീദ തൊലൈബ് ഉൾപ്പെടെയുള്ള 4 പേര്. ഈ 4 പേരും ഇത്തവണയും പ്രൈമറിയിൽ ജയിച്ചു കയറിയിരിക്കുന്നു. അവർ വീണ്ടും ഇനിയും മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, മിന്നസോട്ടയിൽ പ്രൈമറിയിൽ ജയിച്ച ഇൽഹാൻ ഉമറിന് ആകെയുള്ള 1,56,000 വോട്ടിൽ 1,27,000 വോട്ടും ഇൽഹാൻ ഉമർ ജയിച്ചിരിക്കുന്നു. അതായത് 80%. 4 സ്ഥാനാർത്ഥികളെ അവർക്ക് എതിരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും അടുത്ത എതിരാളി കിട്ടിയത് വെറും 8% പോലും ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം. അപ്പം ഇതൊന്നും മുസ്ലിങ്ങളല്ല വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വോട്ട് ചെയ്തതിൽ ഒരുപാട് ജൂതന്മാരുണ്ട്. അത് തന്നെ റഷീദ തൊലൈബിൻ്റെ ഇതിലും സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു പോക്ക് അവിടെ വലിയൊരു മാറ്റം ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതിനെ അവഗണിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇപ്പോൾ അബ്ദുറഹ്മാൻ അൽ സയ്യിദ് വിജയിച്ചപ്പോൾ വാൻസും ട്രംപൊക്കെ പറഞ്ഞറിയാലോ, ഇനി അങ്ങോട്ടൊരു മുസ്ലിം ഒരു എന്താ പറയുക ഒരു ഇസ്ലാമിക് അമേരിക്കനെ കൈകാര്യം ചെയ്തു. നേരത്തെ ലണ്ടനിൽ സാദിഖ് മേയറായപ്പോഴും ഇതേ ട്രംപിൻ്റെ ഭാഗത്ത് ഇതേ വീണിട്ടുണ്ട്. പക്ഷെ അതല്ല സ്ഥിതി. ജനങ്ങൾ ഈ വംശഹത്യ സംസ്കാരത്തിനെതിരെ വംശഹത്യ നടത്തുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർക്കെതിരെ യുവതലമുറ രംഗത്ത് വരുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് പഴയതുപോലെ കാര്യങ്ങൾ അതേപടി മുന്നോട്ട് പോകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം. അതാണിപ്പോൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഗൾഫ് മേഖലയിൽ, അറബ് മേഖലയിൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ്റെ പ്രോക്സികൾ എന്ന് പറയുന്ന രാജ്യങ്ങൾക്കും സംഘടനകൾക്കും ഒക്കെ തിരിച്ചടികൾ വലിയ അർത്ഥത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഗൾഫ് മേഖലയിൽ, അറബ് മേഖലയിലെ സ്വാധീനവും ഇനി ഇപ്പോൾ ഇറാൻ യുദ്ധത്തോടു കൂടി അത് കുറയാൻ പോവുകയാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ഇറാൻ്റെയും സ്വാധീനം രണ്ടും കുറയുകയും കുറച്ചുകൂടി അറബ് ഗൾഫ് മേഖലയിലെ സ്വതന്ത്രമായിട്ടുള്ള അവരുടെ സ്വന്തം കാഴ്ചപ്പാടിലുള്ള കൂട്ടായ്മകളും സഖ്യങ്ങളൊക്കെ രൂപപ്പെടുന്ന സാഹചര്യമാണോ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? അമേരിക്കയുടെ സ്വാധീനം കുറയുമെന്ന് വിലയിരുത്തുന്ന ആളുകളുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അതുപോലെ തന്നെ ഇറാൻ്റെ സ്വാധീനവും സ്വാഭാവികമായിട്ടും കുറയുമല്ലോ. അതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഈ മിഡിൽ ഈസ്റ്റിലെ സംബന്ധിച്ചിടത്തോളം, മിഡിൽ ഈസ്റ്റിൽ നേരത്തെ തന്നെ അമേരിക്കയുടെ സ്വാധീനമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അതിനെ ശക്തമായ ഒരു നല്ലൊരു വീക്ഷണകോണിലൂടെ കണ്ട ഒരാളായിരുന്നു മുൻ സൗദി അറേബ്യൻ ഭരണാധികാരി ഫൈസൽ രാജാവ്. അദ്ദേഹം 1973 ഈ യുദ്ധത്തിൻ്റെ സമയത്ത് ഇസ്രായേലിനെ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്തുണച്ച സമയത്ത് ഇദ്ദേഹം ഓയിൽ എംബാർഗോ പ്രഖ്യാപിക്കുകയുണ്ടായി. അറബ് രാജ്യങ്ങൾ ഈ വിദേശ ഇസ്രായേലിനെ പിന്തുണക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് എണ്ണ കയറ്റുമതി നിർത്തിവെച്ചു. ഇത് ലോക വിപണിയിൽ വലിയൊരു കോളിളക്കമുണ്ടാക്കി. ഫൈസൽ രാജാവിനെ പോലെയുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ എന്ന് അന്നും ഇന്നും പറയുന്ന ആളുകളുണ്ട്. അന്ന് ഹെൻറി കിസിഞ്ചർ ആയിരുന്നു അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി. ഹെൻറി കിസിഞ്ചർ ഈ അടുത്താണ് മരണപ്പെട്ടത്, 101ാമത്തെ വയസ്സിൽ. അദ്ദേഹം വലിയൊരു നിയന്ത്രകനായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരുപാട് പാളിച്ചകളുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം ഇതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ വളരെ സ്റ്റബേണായ നിലപാടായിരുന്നു ഈ ഫൈസൽ രാജാവ് സ്വീകരിച്ചു. അങ്ങനെ 73 ഏതാണ്ട് 1.5 കൊല്ലം ആ ഉപരോധം നീണ്ടു. ഒടുവിലത് ചില കാര്യങ്ങളിൽ തീരുമാനമായതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പിൻവലിക്കുകയാണ് ചെയ്തത്. പക്ഷെ കിസിഞ്ചർ വന്നിട്ട് ചില ഭീഷണി മുഴക്കിയിരുന്നു. ഇങ്ങനെ ഇനിയും തുടരുകയാണെങ്കിൽ സൗദി അറേബ്യയുടെ എണ്ണപ്പാടങ്ങൾ ഞങ്ങൾ ബോംബിടുമെന്നൊക്കെ പറഞ്ഞ ഒരു വില ഭീഷണി മുഴക്കിയിരുന്നു. അപ്പോൾ ഫൈസൽ രാജാവ് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. അതായത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എണ്ണയില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല, കാരണം നിങ്ങൾക്ക് എണ്ണ നിർബന്ധം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എണ്ണയില്ലെങ്കിൽ ജീവിക്കാം, കാരണം ഞങ്ങൾ ഒട്ടകത്തിൻ്റെ പാലും അതുപോലെ തന്നെ ഈ ഈത്തപ്പഴവും കഴിച്ച് ജീവിക്കുന്ന ആളുകൾ, ഞങ്ങൾ അത് തുടരാം എന്നൊരു വർത്തമാനം പറയാം. നേരിട്ടുള്ള സംസാരിച്ചിട്ടില്ല, അവർ തമ്മിലുള്ള വേറൊരു പരിപാടി. ഈ ഒരു സംഭവം സൂചിപ്പിച്ചത് അന്ന് അമേരിക്കയെ നിലക്ക് നിർത്താൻ സൗദി അറേബ്യ വിചാരിച്ച് നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് സൗദിയുമായിട്ട് അമേരിക്ക നല്ല ബന്ധം സ്ഥാപിച്ചു. പിന്നീട് ആ ബന്ധം തുടർന്നു. പിന്നീടാണ് അവിടെ താവളങ്ങൾ വരുന്നത് ഒക്കെ സംഭവിക്കുന്നു.
അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഗൾഫ് രാജ്യങ്ങൾ വിചാരിച്ചാൽ, അല്ലെങ്കിൽ അറബ് മേഖലയിലെ രാജ്യങ്ങൾ വിചാരിച്ചാൽ ഈ അമേരിക്കയുടെ ഈ സ്വാധീനം കുറക്കുവാൻ കഴിയുമെന്നുള്ളത് ഒരു വസ്തുതയാണത്. പക്ഷെ അതിന് പിൽക്കാലത്തുള്ള ഭരണകൂടങ്ങളൊന്നും അതിന് കാര്യമായി ശ്രമിച്ചിട്ടില്ല. അതിനുശേഷം ഇനി താങ്കൾ ചോദിച്ച ഇറാനെ സംബന്ധിച്ചുള്ള വിഷയം, ഇറാന് എന്ന് പറയുന്നത് വലിയ ഒരു പാരമ്പര്യമുള്ള രാജ്യമാണ്. പേർസിപ്പോളിസ് എന്നാണ് പണ്ട് പറയപ്പെടുന്നത്. ഈ ഇറാൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് വലിയ മേഖലയിൽ കുറേ വർഷങ്ങളുടെ സ്വാധീനമുള്ളതാണ്. ഇപ്പോൾ 1979 വിപ്ലവത്തിന് ശേഷം ശക്തമായ ഉപരോധം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും കഴിഞ്ഞ 47 വർഷത്തോളമായുള്ള അവരത് പിടിച്ചു നിൽക്കുന്നു. അപ്പം അതുപോലെ തന്നെ ആയുധശേഷിയൊക്കെ കുറവുണ്ടായിട്ട് പോലും അവർ പിടിച്ചു നിൽക്കുമെന്ന് പറയുന്നത് അവരുടെ ആ കഴിവാണ്. അതവർ നിലനിർത്തും എന്നൊരു സംശയമില്ല. പക്ഷേ ഇറാൻ മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് ഭീഷണി ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇറാന് ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല. ഇറാൻ ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് ഇറാൻ തിരിച്ചടിച്ചത്. 1980 യുദ്ധം പോലും ഇറാഖ് അടിച്ചേൽപ്പിച്ചാണല്ലോ. അത് പറയുന്നത് ഷാത്തൽ അറബ് ജലപാതയിലെ അതിർത്തി തർക്കത്തെ ചൊല്ലിയാണെന്നാണ് പറയുന്നത്. അതൊരു പേര് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സദ്ദാം ഹുസൈന് ഇറാൻ അടിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ അടിച്ചതാണ്. കാരണം എന്താ അറിയുക, ഈ ഈജിപ്തിൽ അൻവർ സാദത്ത് കൊല്ലപ്പെട്ടതോടുകൂടി അറബ് മേഖലയിൽ ഒരു വലിയ നേതാവിൻ്റെ ഒരു കുറവ് ഉണ്ടായിരുന്നു. സദ്ദാം വിചാരിച്ചത് സദ്ദാം ഒരു നേതാവായിട്ട് ഉയരണം. അതിന് ചെയ്യാൻ പറ്റുന്നത് ഇറാൻ്റെ സൈനികമായ മുന്നേറ്റം തടയണം. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് അങ്ങനെ അടിക്കാൻ ശ്രമിച്ചു. പക്ഷേ സദ്ദാമിന് വേണ്ടത്ര കിട്ടിയില്ല. ഇറാൻ്റെ തിരിച്ചടി ഇറാൻ 8 വർഷം നിലനിന്നല്ലോ. 8 വർഷം യുദ്ധത്തെ അതിജീവിച്ച അവസാനം സദ്ദാമിന് തോറ്റു പിന്മാറേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭം ഇറാനെ ശക്തമായി ഉപരോധമൊക്കെ ഉണ്ടായിട്ടും അവർ പിടിച്ചു നിന്നെന്ന് പറയുന്നത് അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവാണ്. തിരിച്ചടി കിട്ടാതെ തിരിച്ചടിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് ഇസ്രായേൽ ഏതാണ്ട് 14ഓളം ആണവ ശാസ്ത്രജ്ഞന്മാരെയാണ് ഇറാനിയൻ ആണവശാസ്ത്ര ഇസ്രായേൽ വധിച്ചത് എന്ന് മാത്രമല്ല, അവരുടെ ഏറ്റവും ടോപ്പ് ലീഡർ എന്ന് പറയുന്ന ഖാംനെയെ പോലും വധിച്ചു. സ്വാഭാവികമായിട്ടും തിരിച്ചടിക്കാൻ എല്ലാ അവകാശവും ഇറാനുണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെയും ജനീവ കൺവെൻഷൻ്റെയും ഒക്കെ ഇത് വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ പോലും ഇറാന് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ തങ്ങളുടെ ഒരു രാജ്യത്തിൻ്റെ നേതാവിന്, അപ്പോൾ നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ, മറ്റേതെങ്കിലും രാജ്യത്തെ ഒരു ഭരണാധികാരിയാണ് ഇങ്ങനെ കൊന്നതെങ്കിൽ എന്തായിരിക്കും ലോകത്ത്? ഇവിടെ എന്തൊരു പ്രശ്നം ഉണ്ടായി? ഇവിടെ ഖാംനെയെ കൊല്ലുന്നു. അതുപോലെ തന്നെ ഹമാസിൻ്റെ നേതാക്കന്മാർ, അവർ ഗസയിലെ ഭരണാധികാരികളാണ്, അവർ നേതാക്കന്മാരെ വധിക്കുന്നു. ഒരുപാട് നേതാക്കന്മാരെ വധിച്ചിട്ട് ഒരു ചട്ടമ്പി രാജ്യം ഇങ്ങനെ തുടരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനെ പോലുള്ള രാജ്യം അവിടെ നിലനിൽക്കേണ്ടതുണ്ട് എന്നതൊരു ആവശ്യം കൂടിയാണ്. അതാണല്ലോ ഇപ്പോൾ തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ പറഞ്ഞെന്താ, അദ്ദേഹം പുതിയൊരു കരാർ ഒപ്പിട്ടുണ്ടല്ലോ. അതിൽ പറഞ്ഞത് ഇറാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇറാൻ നമ്മുടെ ശത്രു രാജ്യമല്ല, ഇറാൻ മേഖലയിൽ നിലനിൽക്കേണ്ട ഒരു പ്രമുഖ രാജ്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് ഇറാനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ അതെല്ലാ രാജ്യത്തിനും ഉണ്ട്. പക്ഷേ മറ്റൊരു രാജ്യത്ത് കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഒന്നും ഇനി നടക്കില്ല. അപ്പോൾ സിറിയയിൽ ആ ബഷാർ അൽ അസദിന് യുഗം അസ്തമിച്ചോടുകൂടി അതിൽ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ അതോടുകൂടി ഇറാനിന് അവിടെയുള്ള സ്വാധീനം നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇറാന് അങ്ങനെ കയറി കളിക്കാൻ സന്നദ്ധമാകില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയും ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്ന ഇറാൻ്റെ ആവശ്യം അത് ന്യായമായ ആവശ്യമാണ്. അത് അംഗീകരിക്കപ്പെടുന്നതോടെയാണ് ഗൾഫിലെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്.